അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന ഏക സത്യദൈവത്തെ ഞാൻ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കുകയും ചെയ്യും. വിവിധ സമയമേഖലകളിലായിരുന്നുകൊണ്ട് ഏകനാഥനായ കർത്താവിനെ വാഴ്ത്തുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നാം തിടുക്കത്തോടെ പ്രവേശിക്കുന്നു. 2 ബാബിലോണുകളെ കുറിച്ച് 17-18 അധ്യായങ്ങളിലായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മത ബാബിലോൺ ആണെങ്കിൽ അടുത്തത് വാണിജ്യ ബാബിലോൺ. അതോടൊപ്പം 18-ാം അധ്യായത്തിലേത് അക്ഷരീയമായ ഒരു പട്ടണം എന്ന നിലയിലും നാം കാണുകയുണ്ടായി. അതിനുള്ള ന്യായവിധിക്കുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പൊതുവായി നമ്മൾ ആ അധ്യായത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. എങ്കിലും നമ്മൾ പഠിച്ചു വരുന്നത് പോലെ വാക്യമായിട്ടും കൂടെ എടുത്ത് വ്യാഖ്യാനിച്ചു പോകുന്നു. പൊതുവെ നമ്മൾ ആ അധ്യായത്തെ വ്യാഖ്യാനിച്ചത് കൊണ്ട് വാക്യമായി പോകുമ്പോൾ അധിക സമയം വാക്യങ്ങളിൽ നിൽക്കേണ്ടി വരുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ വേഗത്തിൽ പോകുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഈ അധ്യായത്തെ 2-3 ഭാഗങ്ങളായിട്ട് തിരിക്കുവാൻ സാധിക്കും. അത് നമ്മൾ കാണുകയുണ്ടായി. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കണ്ടത് ബാബിലോണിന്റെ പതനത്തെക്കുറിച്ച്, അതിനുള്ള കാരണങ്ങളെ കുറിച്ചൊക്കെ. അടുത്തത് നമ്മൾ കണ്ടത് 4 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ ദൈവജനത്തോടുള്ള പ്രഖ്യാപനമാണ്. ദൈവജനത്തോടുള്ള പ്രഖ്യാപനം. ദൈവജനം എന്നതുകൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു മഹാപീഡനകാല വിശുദ്ധൻ. അവരോട് ദൈവം പറയുന്ന കാര്യമാണ് എന്റെ ജനമായുള്ളവരെ എന്ന് വിളിച്ചു. 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് അടുത്തത്. 3ാമത്തെ വിഭജനമായി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവിടെ ഇന്നലെ നമ്മൾ ഭാഗങ്ങൾ വായിക്കുവാൻ തുടങ്ങിയിരുന്നല്ലോ. അപ്പോൾ ബാബിലോണിന്റെ പതനം നമ്മൾ കണ്ടു. അതിന്റെ പാപം, ബാബിലോണിന്റെ പതനശേഷം അതിന്റെ അവസ്ഥ. ആദ്യത്തെ 3 വാക്യങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അത് സാത്താന്റെ ഇരിപ്പിടമായി ഭൂതാത്മാക്കൾ, ദുരാത്മാക്കൾ, അവയുടെയൊക്കെ ഇരിപ്പിടമായി അത് മാറുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്, സാത്താൻ ഉൾപ്പെടെ പിശാചുക്കൾക്ക് എന്ന് വെച്ചാൽ ദുരാത്മാക്കൾക്ക് ഒരു അക്ഷരീയമായ ശരീരം ഇല്ല. അവരെല്ലാം ആത്മരൂപികളാണ്. ആത്മരൂപി അല്ലെങ്കിൽ സ്പിരിച്വൽ, ആത്മീയ ശരീരം എന്നതുകൊണ്ട് ദൈവീക ആത്മീയതയായിട്ട് അതിനെ കാണരുത്. നോൺ മെറ്റീരിയൽ, നോൺ ഫിസിക്കൽ എന്നർത്ഥമേ അതിനുള്ളൂ. ഇമ്മറ്റീരിയൽ.
പഞ്ചഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമായ ഒരു ശരീരം ഇല്ലാത്തവർ എന്നേ അതിനർത്ഥമുള്ളൂ. ഹാവിങ് നോ ഫിസിക്കൽ ബോഡി ബട്ട് സ്പിരിച്വൽ ബോഡി. അവയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കുടിയിരിക്കണം, ആരിലെങ്കിലുമൊക്കെ അവയ്ക്ക് കുടിയിരിക്കണം. അവരൊക്കെ ഇഷ്ടപ്പെടുന്ന ചില സ്ഥലങ്ങളും വ്യക്തികളും ഒക്കെ ഉണ്ട്. അങ്ങനെ അവകൾക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുന്ന, വസിക്കാൻ കഴിയുന്ന വളരെ നശിപ്പിക്കപ്പെട്ട ഒരു സ്ഥലം എന്ന നിലയിലാണ് 2-3 വാക്യങ്ങൾ ബാബിലോൺ നഗരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങേറ്റം പക്ഷികൾ പോലും ചിലത് ദുഷ്ടതയുടെ, പൈശാചികതയുടെ പ്രതീകമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മത്തായി 13-ാം അധ്യായത്തിൽ യേശുക്രിസ്തു സ്വർഗരാജ്യത്തിന്റെ ഉപമകൾ പറഞ്ഞപ്പോൾ 1-ാമത്തെ ഉപമ വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞു. 4 ഇടങ്ങളിലായിട്ടാണ് വിത്ത് വീണത്. അതിൽ വിതച്ചത് ഒരിടത്തെ ഉള്ളെങ്കിലും വിത്ത് വീണത് 4 സ്ഥലത്താണ്. അതിൽ 1-ാമത്തെ സ്ഥലം വഴിയരിക. അവിടെ പറയുന്ന വഴി നാഷണൽ ഹൈവേ ഒന്നുമല്ല, സിമെന്റഡോ ടാറിട്ടതോ ആയ റോഡുകളൊന്നും അല്ല, അതിന്റെ സൈഡൊന്നും അല്ല. ഇത് വയലാ, വയൽ, ഫീൽഡ്. ആ ഫീൽഡിന്റെ നടുക്കുകൂടെ ഉള്ള നടവരമ്പുകൾ എന്നേ അർത്ഥമുള്ളൂ. നടപ്പാത മണ്ണ് കൊണ്ട് തന്നെ ഉള്ളതാണ്. അവിടെയും ചില വിത്തുകൾ വീണു. സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. പക്ഷികൾ വന്ന് അതിനെ തിന്നു. അവിടെ പക്ഷി എന്ന് യേശു ഉദ്ദേശിച്ചതിനെ കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, പക്ഷികൾ അവിടെ ആരെ പ്രതിനിധാനം ചെയ്യുന്നു? ദുഷ്ടനെ, ദ വിക്കറ്റ്. ദ വിക്കറ്റ് അഥവാ ദുഷ്ടൻ എന്നത് സാത്താനെ കുറിക്കുന്നു. അപ്പൊ അതുകൊണ്ടും കൂടെ പക്ഷികൾ ഇവിടെ പക്ഷികളുടെയും തടമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒക്കെ അർത്ഥം ഒന്ന് തന്നെയാണ്. പിശാചുക്കൾക്ക് യഥേഷ്ടം, പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ there is only one devil and innumerable demons. പിന്നെ പറയാനുള്ള എളുപ്പത്തിന് പിശാചുക്കൾ എന്നങ്ങ് പറയുന്നതേ ഉള്ളൂ. വേദപുസ്തകവും അങ്ങനെ പറയുന്നുണ്ട്, യാക്കോബിന്റെ ലേഖനത്തിൽ. പിശാചുക്കൾ, ദുരാത്മാക്കൾ, ഭൂതാത്മാക്കൾ എന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ ഈ പിശാചിന്റെ ഗണത്തിൽപ്പെട്ട സൈന്യത്തിന്, ദൂതന്മാർക്ക് ഒക്കെ സ്വൈരവിഹാരം നടത്തുവാൻ കഴിയുന്ന ഒരു സ്ഥലമായി ബാബിലോൺ ആയിരിക്കുന്നു. അത് ദൈവം അതിനെ ന്യായം വിധിച്ചതിന് ശേഷം മാത്രമുള്ള സ്ഥിതി അല്ലത്. അതിനു മുമ്പും അതങ്ങനെ തന്നെ ആയിരുന്നു. അന്ന് പിന്നെ കുറച്ച് മനുഷ്യരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ പോലും ഇല്ലാതെ മുഴുവനും അറ്റർ ഡിസ്ട്രക്ഷൻ, പൂർണ്ണ വിനാശം സംഭവിച്ച ഒരിടം എന്നാണ് അതിനെ കുറിക്കുന്നത്. പിന്നീട് 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു. അന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരോട് ദൈവം ആഹ്വാനം കൊടുക്കുകയാണ്, നിങ്ങൾ അവളിൽ നിന്നും വിട്ടുപോരുക. വേർപാടിനെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. അവളുടെ പാപത്തെക്കുറിച്ചും നാം ആ ഭാഗങ്ങളിൽ നിന്നും കണ്ടു. അവളുടെ പാപങ്ങൾ, അതിൽ ഒന്ന് ലക്ഷറി എന്നുള്ളതായിരുന്നു, ആഡംബരം. മറ്റൊന്ന് പ്ലഷർ,
ചില വേദ പഠിതാക്കൾ പറയുന്നത് they worshipped pleasure. സുഖത്തെ, സുഖലോലുപതയെ അവർ ആരാധിച്ചു. ലക്ഷറി എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ വാക്കിൽ ലക്ഷറി എന്ന് പറഞ്ഞാൽ, ലക്ഷറിയെ കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കുന്നതാണ്, അതിപ്പോ എന്തോ ലക്ഷറി? എത്ര രൂപ ഉണ്ടാവണം, എത്ര വണ്ടി വേണം, എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വേണം? അങ്ങനെ ഈ ലക്ഷറി എന്നുള്ളതിനെ നമുക്കൊന്ന് നിർവചിക്കാനായിട്ട് പറ്റുമോ? ഹൗ ക്യാൻ വി ഡിഫൈൻ ദിസ് ലക്ഷറി? ആഡംബരം. ധാരാളിത്തം എന്ന് പറയാം. എല്ലാറ്റിന്റെയും ധാരാളിത്വം. അതിനെ കുറച്ചും കൂടെ what we don't need exactly. Absolutely. Beyond which are not necessities or necessaries. നമ്മുടെ ജീവസന്ധാരണത്തിന്, അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ജോലിയാകാം, അതിൻ്റെ കൃത്യനിർവഹണത്തിന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ എക്സിസ്റ്റൻസിന്, നമ്മുടെ നിലനിൽപ്പിന്, നമ്മുടെ ആസ്തിക്യത്തിന്. മറ്റൊന്ന്, ടു ക്യാരി ഔട്ട് അവർ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ കൃത്യനിർവഹണത്തിന്. അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ ഏതിനകത്തിൽപ്പെടും? ആഡംബരത്തിൽപ്പെടുന്നതാണ്. ആഡംബരത്തിൽപ്പെടുന്നതാണ്. ആ നിലയിൽ നമുക്കൊക്കെ ആഡംബരം ഉണ്ട്. സ്തോത്രം. ഈ പാപങ്ങൾ നമ്മിലും ഉണ്ടെന്നർത്ഥം. ഇത് ബാബിലോണിന്റെ മാത്രം എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് നമ്മൾ മാറിയിരിക്കരുത്. ഞാൻ എന്നെ ഒത്തിരി വിലയിരുത്തി ഈ ഭാഗങ്ങൾ ഇന്നും ഞാൻ ചിന്തിച്ചപ്പോൾ. We possess so many things in excess. ഓർമ്മ കാണും, നമ്മൾ ലൂക്കോസ് 21:34 ഒരിക്കൽ ചിന്തിച്ചായിരുന്നു. അന്ന് അവിടെ പറയുന്ന 3 കാര്യങ്ങളെ കുറിച്ച് വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ വിശദീകരിച്ചു, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം പറഞ്ഞിരുന്നു. ഒന്നും കൂടെ വായിച്ചോളൂ. ഒന്ന് ലൂക്ക് 21:34. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് മതി. 3 കാര്യങ്ങൾ. കർത്താവിന്റെ വരവിന്റെ ദിവസം നമുക്ക് പെട്ടെന്ന് കെണി പോലെ ആകാൻ സാധ്യതയുള്ള 3 പാപങ്ങളാണ്. ഒന്ന്, അതിഭക്ഷണം, കറൗസിങ്. 2, മദ്യപാനം. 3, ഉപജീവന ചിന്തകൾ. അപ്പൊ എന്താ ഈ കറൗസിങ് അഥവാ അതിഭക്ഷണം എന്ന് പറയുന്നത്? അതിനെയാണ് നമ്മൾ അന്ന് വ്യാഖ്യാനിച്ചത്, ഭക്ഷണം നമുക്ക് ആവശ്യമുള്ളതാണ്. അതിഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ആവശ്യത്തിലധികമായി സ്വരുക്കൂട്ടുകയോ കൈവശം വയ്ക്കുകയോ അതിനോടുള്ള പ്രതിപത്തി കാണിക്കുകയോ ചെയ്യുന്നതാണ്. മദ്യപാനം പൊസഷൻ ഓഫ് പ്രൊഹിബിറ്റഡ് തിങ്സ്,
അരുതാത്ത കാര്യങ്ങൾ കൈവശപ്പെടുത്തുന്നതിനെ മദ്യപാനം എന്ന് പറയാം. എന്നാൽ ആവശ്യമുള്ളത് ആവശ്യത്തിലധികം കൈവശം വയ്ക്കുന്ന, അതിനോടുള്ള താല്പര്യം വയ്ക്കുന്ന അവസ്ഥയാണ് അതിഭക്ഷണം. ലക്ഷറി അതിനകത്തിൽ വരുന്നതാണ്. നമുക്ക് ആവശ്യം ഇല്ലാത്തത്, അത്യാവശ്യമല്ലാത്തത്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. ചില കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വാങ്ങാറുണ്ട്, ഫോർ കൺവീനിയൻസസ്. ഞാൻ പലപ്പോഴും വളരെ വർഷങ്ങൾക്ക് മുമ്പേ ദൈവാത്മാവെന്നെ പഠിപ്പിച്ച ഒരു കാര്യം ജീവിതത്തിൽ പാലിക്കുവാൻ ഞാൻ വളരെ ശ്രമിക്കുന്നു, പക്ഷെ പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. അതിതാണ്, എന്തെങ്കിലും ഒരു സാധനം കൈപ്പറ്റുന്നതിന്, വാങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത്, ഈസ് ഇറ്റ് നെസസറി ഫോർ മീ? ഇത് അത്യാവശ്യമുള്ളതാണോ? അത്യാവശ്യമുള്ളതാണെങ്കിൽ അത് വാങ്ങുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നതിൽ തെറ്റില്ല. ഇനി നമുക്ക് അത്യാവശ്യമില്ലാത്ത പലതും, പണം ഉൾപ്പെടെ നമുക്ക് ആവശ്യത്തിലുള്ളതിലധികം ദൈവം നമ്മെ ഏൽപ്പിക്കും. പക്ഷേ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ളതേ അതിൽ നിന്ന് നമുക്കുള്ളതായിട്ട് കണക്കാക്കാവൂ. നമ്മൾ നേരത്തെയും അക്കാര്യം സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ വിശ്വസ്തരാകാൻ വേണ്ടി, നമ്മൾ വിശ്വസ്തരല്ല, പക്ഷെ വിശ്വസ്തരാണെന്ന് ദൈവം നമ്മളെ അങ്ങ് എണ്ണി. He reckons, God reckoned us, He counted us faithful. അങ്ങനെ ദൈവം നമുക്ക് നമ്മുടെ ആവശ്യത്തിൽ അധികമായിട്ടുള്ളത് തരും. തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നിട്ടുണ്ട്. അതെല്ലാം സ്തോത്രം. യെസ്, ഫെയ്ത്ത്ഫുൾ സ്റ്റിവാർഡ്ഷിപ്പ്, വിശ്വസ്തരാവുക. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പൗലോസ് അക്കാര്യം പറയുന്നു. സ്റ്റിവാർഡ്ഷിപ്പ്, ഗൃഹവിചാരകത്വം. നമ്മൾ പണ്ടത്തെ കല്യാണത്തിന്റെ കാര്യമൊക്കെ അന്ന് പറഞ്ഞതാ. ഞാനിപ്പം ആയിരിക്കുന്നത് ജ്യേഷ്ഠന്റെ വീട്ടില. ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്ന് 4-ലോ 5-ലോ അങ്ങോട്ട് പഠിക്കുക എൻ്റെ ചേട്ടന്റെ കല്യാണം സമയത്ത്. അതിനപ്പുറത്ത് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കൊച്ചുമുറിയുണ്ട്. കൊച്ചുമുറി എന്ന് ഞങ്ങൾ അതിനെ വിളിക്കുന്നത് തന്നെ. അതായിരുന്നു അന്നത്തെ കലവറ. ഇപ്പോഴും ഓർമ്മയുണ്ട്, പഴക്കൊലയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു, മീൻകറി ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, കേക്കും കട്ട്ലേറ്റും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അന്നൊക്കെ കേക്കും കട്ട്ലേറ്റും ഒന്നും കാണാൻ ഞങ്ങളെ പോലുള്ളവർക്ക് ഒക്കാത്ത സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾ പിള്ളേരെ കുട്ടിനിക്കറൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ആ വാതിലിന്റെ മുമ്പ് കൂടി ഇങ്ങനെ പോവും. എൻ്റെ അമ്മാച്ചനെയായിരുന്നു കലവറക്കാരനാക്കി നിർത്തിയിരുന്നത്. ഞങ്ങൾ പിള്ളേരൊക്കെ കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അമ്മാച്ചന്റെ മക്കൾ ഉണ്ടാക്കൂട്ടത് കേട്ടോ. അമ്മാച്ചനൊരൊറ്റ അലർച്ചയാ, ഞങ്ങൾ പേടിച്ചോടും. എന്നാൽ ഒരു കൊച്ചു പഴം പോലും ഉരിഞ്ഞു തരത്തില്ലായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഭാര്യയാണെന്നോ മക്കളാണെന്നോ ഒന്നും നോക്കാതെ ഏൽപ്പിച്ച കലവറയെ വിശ്വസ്തയോടെ സൂക്ഷിക്കുന്നവരെയാണ് കലവറക്കാരായിട്ട് നിയമിക്കാറ്. അല്ലാതെ വരുന്നവർക്ക്
ഉള്ളത് തീരുന്നവരെ എടുത്തു കൊടുക്കുന്നവരെ കലവറക്കാരാക്കിയാൽ പണി വാളും. ഞങ്ങളുടെ ചർച്ചിലെ ഞങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും കൂടെ, കുറച്ചുപേരെ ഉള്ളല്ലോ, എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കാറുണ്ട്. അന്ന് മിക്കവാറും ഞങ്ങൾ ആഹാരം ഓർഡർ ചെയ്യുക. ഇപ്പൊ പപ്പടം ഉണ്ടാവും. ഇപ്പം 25 പേർക്ക് ആഹാരം പറഞ്ഞാൽ ചോറും ഒക്കെ ചിലപ്പോൾ കൂടുതൽ കാണും. പപ്പടം 25 കാണത്തു. എല്ലാവരും ഒരുമിച്ചിരിക്കത്തില്ല. വിളമ്പുന്നവരും ഒക്കെ കൂടെ ഒരു 5-6 പേരെങ്കിലും ആദ്യത്തെ ട്രിപ്പിൽ ഇരിക്കാതെ വിളമ്പാനും ഒക്കെ ആയിട്ട് നിൽക്കും. ഇപ്പൊ ചിലപ്പം ചിലര് പപ്പടത്തിന്റെ കവറും എടുത്തുകൊണ്ട് കൊടുക്കാൻ പോകും. ഞാൻ പലരെയും പപ്പടം വിളമ്പാൻ അനുവദിക്കാറില്ല. മിക്കവാറും ഞാൻ തന്നെ വിളമ്പാൻ അല്ലെങ്കിൽ അതുപോലെയുള്ളവരെയാണ് ഏൽപ്പിക്കുന്നത്. ഇവര് ചിലപ്പം പിള്ളേർ സെറ്റാ പോകുന്നത്. അച്ഛാ ഒരെണ്ണം കൂടെ, അച്ഛാ ഒരെണ്ണം കൂടെ. പിള്ളേരല്ലേ, പപ്പടം വലിയ ഇഷ്ടാ. ഇന്നാ മോനെന്നും പറഞ്ഞ് 2 എണ്ണം വെച്ചൊക്കെ ചിലപ്പോൾ കൊടുക്കും. ഒടുവിൽ പകുതി ആകുമ്പോഴത്തേക്കിനും പപ്പടത്തിന്റെ പാക്കറ്റ് കാലിയാവും, പിന്നെ കാണത്തില്ല. അങ്ങനെയുള്ളവരെ ഗൃഹവിചാരത്വം ഏൽപ്പിക്കാൻ ഒക്കത്തില്ല. ഇനി വിളമ്പാൻ പോലും എല്ലാവരും ഏൽപ്പിക്കാൻ ഒക്കില്ല. ദൈവം നമുക്ക് അധികമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി അല്ല. എത്ര നമുക്ക് ലഭിച്ചാലും നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാൻ ഉള്ള അനുവാദമേ ഉള്ളൂ. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സഭകളുടെയും ജനറൽ കൺവെൻഷനുകളായിരുന്നു. ജനറൽ കൺവെൻഷനുകളിലാണ് മിക്കവാറുമൊക്കെ സഭാ പ്രസിഡന്റുമാര് അല്ലെങ്കിൽ അതിന്റെ അധ്യക്ഷന്മാര് അവരുടെ അടുത്ത പ്രോജക്റ്റുകൾക്ക് വേണ്ടിയൊക്കെ പണം പിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഇവിടെ നാട്ടിൽ ചിലര് സംസാരിച്ചപ്പോൾ അങ്ങനെ നടന്ന ഒരു ജനറൽ കൺവെൻഷനിലെ പിരിവിനെ കുറിച്ച് പറഞ്ഞു. ഇത്ര കോടി രൂപ ആവശ്യമുണ്ട്. അത് നമ്മുടെ പ്രസ്ഥാനത്തിൽ തന്നെ ആ കാശ് ഉള്ളവരുണ്ട്. നിങ്ങൾ ഇത്ര വെച്ച് തന്നാൽ. അതിലൊരാൾ ചോദിച്ചു, ഈ പറയുന്ന പ്രസിഡന്റിന് തന്നെ തീർക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ, അങ്ങ് എന്തെടുക്കുന്നുണ്ട്? കണ്ടോ, മറ്റുള്ളവരിൽ നിന്നും വാങ്ങാൻ നാം മിടുക്കരാ. എന്നാൽ നമ്മെ ദൈവം ഏൽപ്പിച്ചത് ആദ്യം ഒന്ന് കൊടുത്തേ. ലക്ഷറി, ആഡംബരം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിൽ അധികമായിട്ടുള്ളതാണ്. ആവശ്യമുള്ള സാധനമാണ്. പക്ഷേ ആവശ്യത്തിൽ അധികമായിട്ട് നമ്മൾ അതിനെ പ്രാപിച്ചാൽ, അത് കൈവശം വച്ചാൽ, അത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് ലക്ഷറി ആകും. ബാബിലോണിന്റെ പാപമാണത് ലക്ഷറി. ഇസ്രായേലിന്റെയും പാപമായിരുന്നു അത്. അത് പാടില്ല. സ്തോത്രം. അതുകൊണ്ടാണ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ജിം എലിയോട്ട്, അമി കാർമൈക്കൽ, C.T. സ്റ്റഡ്, ചാൾസ് ഫിന്നി തുടങ്ങിയിട്ടുള്ള അനേകം ഭക്തന്മാരെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത്, people who were enjoying the luxury of few things. The luxury of few things. അല്പകാര്യങ്ങളുടെ ആഡംബരം അനുഭവിച്ചിരുന്ന വിശുദ്ധന്മാരെന്നാണ് അവരെ വിളിക്കുന്നത്. പക്ഷേ നാമോ
സ്തോത്രം. നാം വളരെയധികം കാര്യങ്ങളെ ഇങ്ങനെ കൂട്ടിവെക്കുന്നു. സ്തോത്രം. ബാബിലോണിന്റെ പാപങ്ങളിൽ നമ്മൾ കൂട്ടാളികൾ ആകാതിരിക്കുക. സ്തോത്രം. മറ്റൊന്ന് പ്ലഷർ, സുഖലോലുപത എന്നുള്ളതാണ്. ആഡംബരം, സുഖലോലുപത. ആ സുഖലോലുപത, നമുക്ക് സുഖസൗകര്യങ്ങളുടെ വർധനവ് എപ്പോഴും ആൾക്കാർ ആഗ്രഹിക്കുക. സുഖസൗകര്യങ്ങളുടെ വർധനവ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഫിലിപ്പിയ സഭയോട് പൗലോസ് പറയുമ്പോൾ ചില ദുരുപദേശകരെ കുറിച്ച് പറയുന്നു, അവരുടെ ദൈവം, ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, വയർ. വയർ അവരുടെ ദൈവമായി. എന്ന് വെച്ചാൽ വർഷിപ്പിംഗ് പ്ലഷേഴ്സ്. അവരുടെ ആരാധന, അവരുടെ ദൈവം ഈ സുഖലോലുപതകളാണ്. സ്തോത്രം. അതും പാപമായിട്ടാണ് കാണുന്നത്. ആ നിലയിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മിൽ അടുത്ത പാപം വരുന്നത് ഗർവം, നിഗളം. ബാബിലോണിന്റെയും പാപം അത് തന്നെയായിരുന്നു, നിഗളം. അപ്പോൾ ഈ വിധമായ പാപങ്ങളിൽ നിന്നും നാം ഒഴിഞ്ഞിരിക്കുക. അതാണ് നാം കാണുന്നത്. ഇന്നലെ നമ്മൾ വായിച്ചു വിട്ട ആ ഭാഗം 18-ാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ ഇന്നലെ വായിച്ചിരുന്നുവല്ലോ. ഏതാണ്ട് 29ഓളം വ്യാപാര വസ്തുക്കൾ. ഇതിൽ എത്ര എണ്ണമുണ്ട് അത്യാവശ്യമുള്ളത്? ഒന്ന് നോക്കിക്കോ. ഇതിൽ അത്യാവശ്യമായിട്ടുള്ള എത്ര എണ്ണമുണ്ട്? ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പറയണേ. നമ്മൾ ഇന്നലെ ഏതാണ്ട് 29ഓളം സാധനങ്ങൾ എണ്ണി അവിടെ, അല്ലേ? നിങ്ങൾ തന്നെ അവരവരുടെ ബൈബിളൊന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ആ 29 എണ്ണത്തിൽ ആവശ്യമുള്ളത്, ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ഓക്കെ. ഒരാള് 2 എണ്ണത്തെ കുറിച്ച് പറഞ്ഞു. എണ്ണയും ഗോതമ്പും മതി, അപ്പം ഉണ്ടാക്കി കഴിക്കാം. എണ്ണയും ഗോതമ്പും മതി. അത് തന്നെയാണ് നമ്മുടെ ആലീസ് ആന്റിയും പറഞ്ഞത്. നീ അവിടെ പറയുന്ന എണ്ണയും ഗോതമ്പും പോലും നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല. ആഡംബരത്തിന്റെ പര്യായമായിട്ടാണ് അവയെ കാണുന്നത്. സാധാരണ എണ്ണയല്ല, സാധാരണ ഗോതമ്പല്ല.
ഞാന് ഉത്തരഭാരതത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്ന ആദ്യത്തെ നാള്, അതായത് ആദ്യത്തെ എന്റെ ചർച്ചിലിരിക്കുന്ന സമയത്ത് ഞാനൊരു പട്ടാള ക്യാമ്പിലാണ്. അവിടെ ഒരു പട്ടാളക്കാരൻ നമ്മുടെ വിശ്വാസിയുടെ വീട്ടിൽ പോയപ്പം അവർ തൊട്ടടുത്ത വീട്ടിലുള്ള വീട്ടുകാരത്തി അരി ഉണങ്ങാനിട്ടിരിക്കുന്നു. എന്തോ ഞങ്ങളിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അയലത്തുകാരിയും ഞാനും തമ്മിൽ അരിയെ സംബന്ധിച്ച് എന്തോ ഞങ്ങൾ ആ സമയത്ത് സംസാരിച്ചു. എന്താ വിഷയം ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ വളരെ അഭിമാനത്തോടെ പറഞ്ഞു, ഈ കിടക്കുന്നത് എന്റെ നോട്ടത്തിൽ പച്ചരിയാ. പച്ചരി നമ്മുടെ നാട്ടിലൊക്കെ റേഷൻ കടയില്ല സാധാരണ കിട്ടുക. നമ്മൾ ചുമലയരിയെക്കുറിച്ച്, കുത്തരിയെക്കുറിച്ച് അഭിമാനിക്കുന്നവരാ. അപ്പൊ എന്റെ ചിന്തയിൽ അന്ന് ഏറ്റവും വില കൂടിയ അരി കുത്തരിയാ, അതും ചുമല കുത്തരി. ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, എത്ര രൂപ നിങ്ങളുടെ അവിടെ ആ അരിക്ക് വില? ഞാൻ പറഞ്ഞു, ഇത്ര രൂപയാ. അഭിമാനത്തോടാ പറഞ്ഞേ. അവര് പറഞ്ഞു, ഇത് നിങ്ങൾ ദോശ ഉണ്ടാക്കുന്ന സാധനമല്ല, ബാസുമതിയാ. കേട്ടിട്ടുണ്ടോ? എനിക്കന്ന് അതിനെക്കുറിച്ചൊന്നും വലിയ പിടുത്തമില്ല. അതിന്റെ വില, നമ്മുടെ ഒരു ചാക്ക് അരിയുടെ വില കിലോയ്ക്ക് കൊടുക്കേണ്ട തരത്തിലുള്ള അരി വരെയുണ്ട്. അപ്പം അരി എന്നോ ഗോതമ്പെന്നോ കേട്ടാൽ നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങുന്ന തരത്തിലെ അരിയും ഗോതമ്പും ഒക്കെ ആയിരിക്കും ചിന്തിക്കുക. അല്ലെങ്കിൽ ഇവിടെ പക്ഷെ പറയുന്ന ഈ ഗോതമ്പും എണ്ണയും വരെ ഭയങ്കര വിലയുള്ള സാധനങ്ങളാണ്. ആ അർത്ഥത്തിൽ ഈ 29 എണ്ണത്തിൽ ഒരെണ്ണം പോലും ജീവസന്ധാരണത്തിന് ആവശ്യമുള്ളതല്ല. ഒരെണ്ണം പോലും. അതുപോലെ തന്നെ അതിന്റെ 16-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. 16. അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണവും കടുംചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ? ആഡംബരത്തിന്റെയും സുഖലോലുപതയുടെയും മറ്റൊരു തെളിവ്. നമ്മൾ കാണുന്നതല്ലേ, ഈവൻ നമ്മുടെയൊക്കെ കല്യാണങ്ങളിൽ പോലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയേ നടക്കുന്നുണ്ട്. എന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിലും കല്യാണത്തിന് ഞാനൊരു കൊമേഴ്സ്യലൈസ് ചെയ്ത, വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു മനോഹര ബൈബിൾ വാങ്ങും. എനിക്ക് വാച്ചിന്റെ ആവശ്യം ഇല്ലെങ്കിലും, എനിക്ക് ഇപ്പോൾ ഒരു വാച്ച്, നല്ല ഒരു വാച്ച് കൃത്യസമയം കാണിക്കുന്നത് ഉണ്ടെങ്കിലും കല്യാണത്തിന് വേറെ ഒന്ന് വാങ്ങും. അതുപോലെ തന്നെ ഷൂസ്, തുണി, പ്രത്യേകിച്ച് പെൺകുട്ടിക്ക്, വധുവിന്, ഇനി സാരി ആയാലും ഫ്രോക്ക് ആയാലും എത്ര പ്രാവശ്യം ഉടുക്കാനുണ്ട്? ഒറ്റ ഒരു പ്രാവശ്യം. ഞാൻ എൻ്റെ കുടുംബത്തിൽ നടന്ന പല വിവാഹങ്ങളിലും എൻ്റെ കുടുംബാംഗങ്ങളോട് തർക്കിച്ച് വാദിച്ച് പിണങ്ങിയ ചില വിഷയങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പുറത്തുള്ളത് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പം ഫ്രോക്കിന്റെ കാല, സാരി ഔട്ട്ഡേറ്റഡാ. ശരി, ഫ്രോക്കിന് വേണ്ടിയിട്ട് ഇത്ര രൂപ നിങ്ങൾ ചെലവഴിക്കുന്നു, പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കുക. ഈവൻ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ റിസപ്ഷൻ ഉണ്ട്, അതിന് പോലും ഈ ഫ്രോക്ക് ഇടുമോ? ഇല്ല, ഇടത്തില്ല. പക്ഷേ എത്രായിരം രൂപയാ
സാധാരണക്കാരന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എത്രായിരം രൂപയാണ് നാം അതിനു വേണ്ടി ചെലവഴിക്കുന്നത്? പാടില്ലാത്ത കാര്യ. ഞാൻ എൻ്റെ കല്യാണത്തിന് പുതിയ ബൈബിളൊന്നും ഞാൻ വാങ്ങിച്ചില്ല, പുതിയ വാച്ച് വാങ്ങിച്ചില്ല, പുതിയ ഷൂസ് വാങ്ങിച്ചില്ല. തുണിയും വാങ്ങത്തില്ലായിരുന്നു. വാങ്ങണ്ടെന്ന് പറഞ്ഞ വീട്ടുകാരൊക്കെ കൂടെ പറഞ്ഞ് ഇതിലെങ്കിലും നീ ഞങ്ങളുടെ കാര്യം ഒന്ന് കേൾക്കണം. അങ്ങനെ ഉറപ്പിനും കല്യാണത്തിനും കൂടെ ഞാനൊരു തുണി എടുത്തു. രണ്ടിനും കൂടെ 500 രൂപയായിട്ടുള്ളൂ. മിനിമം നല്ല ഫ്രോക്കിന് 8000, ഏതാണ്ട് ഒരു 3 മണിക്കൂറത്തേക്ക്. നമ്മുടെ ഇടയിൽ എന്തുമാത്രം ആഡംബരവും സുഖലോലുപതകളുമുണ്ട്. നമ്മുടെയൊക്കെ വിവാഹ വേദികളിലും കൺവെൻഷൻ വേദികളിലും ഒക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. പറയണം. ഓക്കെ, അത്രയും കൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. ഇതുപോലെ ഒരു ഒറ്റ നേരത്തെ വേണമെങ്കിൽ ഹയർ ചെയ്യാം. തീർച്ചയായിട്ടും വാടകയ്ക്ക് കിട്ടും. അന്നേരം പിന്നെ പ്രസ്റ്റീജിന് ചേരത്തില്ലല്ലോ. അതല്ലേ പ്രശ്നം. ആരും അറിയുന്നില്ലല്ലോ വാടകയൊന്നും. പക്ഷെ ഇതൊക്കെ സ്വന്തം സുഖത്തിനല്ലേ. വേറെ ആരും അറിഞ്ഞാലും വേറെ ആരുടെയും സുഖത്തിനൊന്നും അല്ലല്ലോ. സ്വന്തം ഒരു മാനസികതയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നത്. കോട്ടും ഫ്രോക്കും എല്ലാം വാടകയ്ക്ക് കിട്ടും. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ആ 2-3 മണിക്കൂറത്തെ കാര്യ. ഇതിന്റെ ഇടയിൽ ഒന്നുണ്ടല്ലോ ബ്യൂട്ടി പാർലർ, ഒരു 15-20. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ ഇടയിൽ ഇല്ലാതിരുന്ന കാര്യങ്ങളാ. ഈ ബാബിലോണ്യ ചിന്ത, ഈ ബാബിലോണ്യ ആചാരങ്ങൾ നമ്മുടെ ഇടയിലേക്ക് ക്രീപ്പ് ചെയ്ത് ഇഴഞ്ഞു കയറി. നമ്മളതിനെ പ്രതിരോധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളാ. അപ്പൊ ഈ ബാബിലോണ്യ പാപമാണ് ഇവയെല്ലാം എന്നും കൂടെ നാം ഒന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം വിട്ടുകളഞ്ഞതാണെങ്കിൽ, പഠിച്ചു കഴിഞ്ഞതാണെങ്കിലും ഒന്നും കൂടെ ആവർത്തിക്കുന്നത്. അന്ന് പറയാതിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. ആവശ്യമില്ല. അത് നമ്മുടെ അടുക്കളയിലേക്കുള്ള പച്ചക്കറികൾ വാങ്ങുന്നതുൾപ്പെടെ അവിടെ മുതൽ തുടങ്ങുക. സ്തോത്രം. നാം ഈ വാണിജ്യവൽക്കരണത്തിന്റെ ഭാഗമായി മാറുകയാണ്. ഇനിയും കല്യാണം കഴിക്കാനുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. മാതാപിതാക്കളും ഇക്കാര്യം ശ്രദ്ധിക്കണം. പാസ്റ്റേഴ്സും ശ്രദ്ധിക്കണം. ഡിജിറ്റൽ ആൽബത്തിന്റെ കാര്യമൊക്കെ മെസ്സേജ് ഇട്ടിരിക്കുന്നു. ഇതെല്ലാം ഇന്ന് അരുതാത്തതാണ്. എന്നാൽ അതൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ മക്കളോട് പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ അവസരം തരുന്നെങ്കിൽ പപ്പയുടെ ആഗ്രഹം ഇങ്ങനെയാ, മാതൃകാപരമായിട്ടൊരു വിവാഹം നടത്തണമെന്നാണ്. അപ്പം
മൂത്താളെ ചോദിച്ചു ഏതർത്ഥത്തിലാ? ആളിനെ കുറച്ചു കൂട്ടുക, കുറച്ചാൾക്കാർക്ക് സദ്യ കൊടുക്കുക എന്നുള്ളതാണോ? ഞാൻ പറഞ്ഞു അത് മാത്രമല്ല, എല്ലാ നിലയിലും മാക്സിമം മിനിമൈസിങ് എവറിഥിങ്, ആവോളം ഒക്കുന്നതൊക്കെ കുറച്ച് മാതൃകാപരമായി ആ പണം, ഇങ്ങനെ നമ്മൾ ചെലവഴിക്കുന്ന പണം അത്യാവശ്യത്തിനു പോലും ഇല്ലാതിരിക്കുന്ന ചിലരുടെ വിവാഹത്തിനായിട്ട് നമുക്ക് ഉപയോഗിച്ചുകൂടെ? കിടക്കാടമില്ലാത്തവർക്കൊരു കുടിൽ വെച്ചു കൊടുക്കാൻ ഉപയോഗിച്ചുകൂടെ? എന്നിട്ട് മതപരിവർത്തനത്തിന്റെ ആരോപണം ആരെങ്കിലും ആരോപിച്ച് ജയിലിൽ വിടുന്നെങ്കിൽ പോകുന്നേ അവിടെ കിടന്നും ദൈവത്തിന് സ്തോത്രം ചെയ്യാം, നിത്യതയിൽ പ്രതിഫലമുണ്ട്. സ്തോത്രം. അപ്പൊ ഈ ബാബിലോണ്യ മതവും ഈ ബാബിലോണ്യ എന്താണ് പറയുന്നത് വാണിജ്യപരമായ സ്വഭാവങ്ങളും ഇന്ന് സഭയ്ക്കകത്തേക്കും കയറിക്കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്റ്റേജ് ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാതെ സാധാരണ വസ്ത്രം ധരിച്ച് അത്യാവശ്യം വിളിക്കേണ്ടവരെ മാത്രം വിളിച്ച് വളരെ ലളിതമായിട്ട് നമുക്കൊരു വിവാഹം നടത്തിക്കൂടെ? തീർച്ചയായിട്ടും. അല്ല, അതുപോലെ ശവമടക്കം ഉണ്ടല്ലോ, നമ്മൾ വിവാഹം മാത്രം തന്നെ പറയുന്നത്. അതെ, അതിലേക്ക് വരുന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ പത്രാസ് കാണിക്കാനുള്ള പരിപാടികളായിട്ട് മാറിയിരിക്കുക. അതിന് കല്യാണത്തിന് ചെയ്താലും ശവമടക്കിന് ചെയ്താലും എല്ലാം ഈ ബാബിലോണ്യ ആചാരങ്ങളാണെന്ന് നാം അറിയാതിരിക്കരുത്. ഇന്ന് വിവാഹത്തെക്കാൾ കൂടുതൽ ചെലവ് ശവമടക്കിനുണ്ട്. എല്ലാം വാണിജ്യവൽക്കരണത്തിന്റെ ഭാഗമാണ്, കൊമേഴ്സ്യലൈസേഷന്റെ ഭാഗമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മർത്തോമയിലൊക്കെ ആയിരുന്ന കാലത്തും ഞങ്ങളുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെ മരിക്കുന്നത് മർത്തോമയിൽ വെച്ചാണ്. മരിച്ച നേരം മുതൽ ശവമടക്ക് കഴിയുന്നത് വരെ സമയമാമരഥവും ഒക്കെ പാടിയത് സഭയിലെ ആൾക്കാർ അവിടെ വന്നിരുന്നു കൊണ്ടാണ്. റെക്കോർഡ് ഇട്ടതല്ലായിരുന്നു. പ്രൊഫഷണൽ ആൾക്കാരെ കൂലിക്ക് വിളിച്ചുവല്ല പാടിയത്. ഇന്ന് കൂലിക്ക് വിളിക്കുന്നവരും വണ്ടിയും കൊണ്ട് വരും, റെക്കോർഡാണ് ഇട്ടേക്കുന്നത്. നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗണോ ഒക്കെ കൊണ്ട് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബാബിലോണി ആചാരത്തിന്റെ ഭാഗമാണെന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം. ബാബിലോണി ആചാര ഇത് നമ്മുടെ ഇടയിലേക്ക് കടന്നുകൂടിയിരിക്കുന്നു. കൺവെൻഷനുകളിലും ഇനിയിപ്പം ഈ സംഗതിമാരുടെ കൺവെൻഷനുകളിലും ഇതൊക്കെ തന്നെയാണ്. പലയിടത്തും സ്വന്തമായിട്ടല്ലെങ്കിൽ വാടകയ്ക്കാണെങ്കിൽ പോലും സഭാ ഹാളുകളുള്ളിടത്തും സ്റ്റേജിന്റെ അലങ്കാരവും അവിടുത്തെ ഡാൻസിങ് ലൈറ്റും ഒക്കെ കൊണ്ടൊന്ന് നോക്കിക്കേ. ഇതെല്ലാം എവിടെ നിന്ന് വന്നതാ? എല്ലാം ഇതിന്റെ ഭാഗമാ. നമ്മൾ അതെല്ലാം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. പാടില്ലാത്തതാ.
എനിക്ക് ഓർമ്മയുണ്ട്, കർത്താവ് എന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് 1998 1998 നമ്മുടെ കുട്ടിയങ്കളിന്റെയൊക്കെ സഭയിലെ ഉപദേശിയായിട്ട് ഞാൻ നിയമിതനായി. ആദ്യത്തെ ഞായറാഴ്ച തന്നെ ഞാൻ സാധാരണ സഭകളിൽ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് എന്ത് തന്നാലും എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങുള്ളൂ, ഇല്ലെങ്കിൽ ഞാനത് നിരസിക്കും. നിങ്ങൾക്ക് എന്നോട് പിണക്കം തോന്നരുത്. എൻ്റെ അഹങ്കാരം കൊണ്ടൊന്നും വേണ്ടെന്ന് പറയുന്നതല്ല, അല്ലെ നിങ്ങൾ തന്ന സാധനം കൊള്ളത്തില്ലെന്ന് വിചാരിച്ച് വേണ്ടെന്ന് പറയുന്നതല്ല. എനിക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ എനിക്കത് വേണ്ട. പിന്നെ നിങ്ങൾ അങ്ങ് ഒത്തിരി നിർബന്ധിച്ചാൽ ചിലപ്പോൾ ഞാൻ വാങ്ങിച്ചെന്നിരിക്കും, പക്ഷേ ഞാനത് ഉപയോഗിക്കത്തില്ല. ആവശ്യത്തിലുള്ള മറ്റൊരാളിനെ കണ്ടാൽ ഞാൻ അവർക്ക് കൊടുക്കും. അതുവരെ എൻ്റെ കയ്യിൽ വെച്ചേക്കും. അതുകൊണ്ട് ഞങ്ങൾ തന്നിട്ട് അത് ഉപയോഗിച്ചില്ലല്ലോ എന്നൊന്നും ആരും പരാതി പറയരുത്. നമുക്കെങ്കിലും, കുറഞ്ഞപക്ഷം ഈ കൂട്ടത്തിലുള്ള കുറച്ചു പേരുണ്ടല്ലോ, നമുക്കെങ്കിലും അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേർന്നാൽ എത്ര നന്നായിരിക്കും. നമ്മൾ ന്യൂനപക്ഷമായിരിക്കും, നമ്മളെ മണ്ടന്മാരെന്നൊക്കെ വിളിച്ചേക്കും. പക്ഷേ 4-ാം വാക്യം വളരെ കൃത്യതയോടെ ഓർത്തോണം. എന്റെ ജനമായുള്ളവരെ, ഒന്നും കൂടെ വായിച്ചാട്ടെ. എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികൾ ആകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാർ ആകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുകയും. സ്തോത്രം. എന്റെ ജനമായുള്ളവരെ, ദൈവത്തിന്റെ ജനത്തെ എക്കാലവും ദൈവം വിളിക്കുന്നത് ഈ വിധമായ പാപങ്ങളിൽ ഓഹരിക്കാരാകാതിരിക്കുക എന്നാണ്. നമ്മൾ മുമ്പ് എങ്ങനെയാ ജീവിച്ചിരുന്നത്? എഫേസ്യർ 2:2 ഈ ലോകത്തിന്റെ കാലഗതികളെ അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. നാം എങ്ങനെയാ ജീവിക്കേണ്ടത്? റോമർ 12 പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെയാണ് ജീവിക്കേണ്ടത്. ചില ഇംഗ്ലീഷ് വേർഷൻസിൽ ഞാൻ വായിച്ചിട്ടുള്ളത്, ലെറ്റ് നോട്ട് ദ വേൾഡ് പുട്ട് യു ഇൻ ടു ഇറ്റ്സ് മോൾഡ്. ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത്, ഡു നോട്ട് ലെറ്റ് ദ വേൾഡ് പുട്ട് യു ഇൻ ടു ഇറ്റ്സ് മോൾഡ്. ലോകം അതിൻ്റെ അച്ചിലേക്ക് നിങ്ങളെ ഇടാൻ നിങ്ങൾ അനുവദിക്കരുത്. പക്ഷേ നാം ഇന്ന് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ തുടങ്ങി, വസ്ത്രത്തിന്റെ വിഷയത്തിൽ തുടങ്ങി, വിവാഹം, ശവമടക്ക് പോലെയുള്ള സാമൂഹിക സെറിമണീസ്, കർമ്മങ്ങളുടെ വിഷയങ്ങളിൽ തുടങ്ങി, സഭാഹോളുകൾ നിർമ്മിക്കുന്നതിലും അതിൻ്റെ അലങ്കാരങ്ങളിലും വരെയുള്ളതിലൊക്കെ ഈ ലോകത്തിന്റെ അച്ചിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. സ്തോത്രം. അത് പാടില്ല. ഇവിടെ പറയുന്ന ആഡംബരത്തിന്റെ വസ്തുക്കൾ, സുഖലോലുപതയുടെ, അതിലോലുപതയുടെ വസ്തുക്കൾ, നാം അവയിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു സരളമായ, സാധാരണമായ ജീവിതം നയിക്കുന്നവരാകണം. സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ തൊഴിലും നമ്മുടെ ജോലിയും നമ്മുടെ പ്രൊഫഷൻ ഇതൊക്കെ വെച്ച് നമുക്ക് ചിലപ്പോൾ ചില ഉന്നതമായ സംഗതികളൊക്കെ ലഭിച്ചു എന്ന് വന്നേക്കാം. ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന ശമ്പളം ഉൾപ്പെടെ, നമുക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ ഉൾപ്പെടെ അത് കമ്പനിയോ ഗവൺമെന്റോ ഒക്കെ തരുന്നതാകാം. അതൊന്നും വേണ്ടെന്ന് വെക്കാനല്ല ഞാൻ പറയുന്നത്.
പക്ഷെ അപ്പോഴും നമ്മുടെ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. മനോഭാവമാണ് ഇതൊക്കെ വന്നപ്പോൾ ബാബിലോണിന് എന്തായി മാറിയത്? നിഗളം അഥവാ നാശകാരണമായി തീർന്നത്. ദൈവം നമ്മെ എത്ര ഉയർത്തിയാലും നമ്മൾ നിഗളിക്കാതെ താഴ്മയുള്ളവരായി, ദൈവാശ്രയബോധമുള്ളവരായി, നമ്മളെക്കാൾ താഴുന്നവരെ അവരോട് പറ്റിച്ചേരുന്നവരായി, എളിയവരോട് പറ്റിച്ചേരുവീൻ എന്നുള്ള വചനമനുസരിച്ച് എളിയവനെ ആദരിക്കുന്ന മനുഷ്യരായി നമ്മൾ തീരണം. സ്തോത്രം. ഇങ്ങനെയുള്ള വലിയ വീടുകളിലൊക്കെ അല്ലെങ്കിൽ വലിയ ക്വാർട്ടേഴ്സിലൊക്കെ വലിയ സുഖസൗകര്യങ്ങളോടുകൂടെയൊക്കെ പാർക്കുന്ന പലരും വീട്ടുപ്രാർത്ഥന വയ്ക്കാറില്ല എന്ന് കേട്ടു. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒന്നിലധികം ഇടത്തു നിന്ന് കേട്ടൊരു കാര്യമാണ്. കാരണം ഇത്രയൊക്കെ ചെലവ് ചെയ്തെല്ലാം ഒരുക്കിയിരിക്കുന്നത് ആൾക്കാരൊക്കെ കൂടെ വന്ന് വൃത്തികേടാക്കും. ചിലപ്പോൾ അവിടെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീടുകളുണ്ട്, അവരൊക്കെ വന്ന് ശല്യം ചെയ്യും. അപ്പൊ കണ്ടോ, നിഗളവും തങ്ങളെക്കാൾ താഴുന്നവരെ വല്ലാത്ത ദൃഷ്ടിയോടെ നോക്കുന്നതുമൊക്കെ അതൊന്നും നമ്മളില്ലാതിരിക്കട്ടെ. സ്തോത്രം. ഫ്യൂണറൽ സർവീസിനു വേണ്ടിയും പബ്ലിക് ഫണ്ട് റൈസിംഗ് ഒക്കെ ഉണ്ടല്ലേ. ചികിത്സയ്ക്കുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വല്ലവരുടെയും ചെലവിൽ അടിച്ചു പൊളിക്കുക അല്ലെ. അരുതാത്തതാണ്. നാം കർത്താവിൽ മാത്രം ആശ്രയിച്ച് നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നടത്തിത്തരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് അങ്ങനെ ദൈവം നൽകിത്തരുന്നത് മാത്രം മതി എന്ന് ഉറച്ചുകൊണ്ട് ഒരു ശരിയായ ക്രിസ്തീയത നിലനിർത്തി ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് എന്താ വ്യത്യാസം? ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ 4 കാര്യങ്ങൾ: ശക്തി, വിശുദ്ധി, വേർപാട്, വ്യത്യാസം. ഇവിടെയാണ് വ്യത്യാസത്തിന്റെ സംഗതി വരുന്നത്. What difference do we possess from the worldly people? ലോകക്കാരിൽ നിന്ന് നമുക്ക് എന്ത് വ്യത്യാസമുണ്ട്? സ്തോത്രം. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭക്ഷണം മാത്രം സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം രുചിക്ക് വേണ്ടി കഴിച്ചോളുക, ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവരെ കാണിക്കാനും അവരുടെ സുഖത്തിനുമേ ആകാവൂ. മുടി വെട്ടുന്നത് നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ആകരുത്, കാണുന്നവരുടെ സൗന്ദര്യബോധം അനുസരിച്ച് വേണം. വസ്ത്രം ധരിക്കുന്നത് നിന്റെ സുഖത്തിന് വേണ്ടി ആകരുത്, കാണുന്നവരുടെ സുഖത്തിന് വേണ്ടി ആകണം. അങ്ങനെ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. ഭക്ഷണം മാത്രം നിന്റെ ഇഷ്ടത്തിന് കഴിച്ചു, നിന്റെ ടേസ്റ്റ് ബഡ്സിനൊക്കെ അനുസരിച്ച് നീ ആഹാരം കഴിച്ചു, അതിന് വേറെ ആരും ഒന്നും പറയത്തില്ല. പക്ഷെ ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവരുടെ ഒരു അപ്രൈസൽ, മറ്റുള്ളവരുടെ പ്രോത്സാഹനം, മറ്റുള്ളവരെ നിങ്ങളെ കൊള്ളാമെന്ന് പറയുന്ന നിലയിലേക്കായിരിക്കണം. അത് ലോകത്തിന്റെ രീതിയാ. സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. പക്ഷെ നാം ഈ വിധ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുക. ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും നമ്മെ സ്വാധീനിക്കുന്നു. പാടില്ല.
യോഹന്നാൻ വീണ്ടും 5-ാം അധ്യായത്തിൽ 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നു 17-ാമത്തെ വാക്യത്തിൽ മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഏതോ ഒരു ഇംഗ്ലീഷ് വേർഷനിൽ പറഞ്ഞിട്ടുണ്ട്, the whole world is in the lap of the wicked. സാത്താന്റെ മടിയിലിരിക്കുകയാണ് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ. അത് അവൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു. അതുകൊണ്ടും കൂടെയാണ് നമുക്ക് മാക്സിമം മിനിമൈസ് ദ പൊസഷൻ ആൻഡ് യൂസ് ഓഫ് ദ വേൾഡ്ലി തിങ്സ് എന്ന് പറയുന്നത്. ലൗകിക വസ്തുക്കളുടെ അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളുടെ കൈവശപ്പെടുത്തലും ഉപയോഗവും ഏറ്റവും ആവോളം കുറയ്ക്കുക. മാക്സിമം മിനിമൈസ് ദ പൊസഷൻ ആൻഡ് യൂസ് ഓഫ് മെറ്റീരിയൽ തിങ്സ്. Because the entire cosmos world is in the lap of the devil. ദുഷ്ടന്റെ മടിയിൽ കിടക്കുന്ന സാധനങ്ങളാ. യേശു കർത്താവിനോട് പോലും അവൻ പറഞ്ഞല്ലോ, ഈ കാണുന്നതൊക്കെയും എന്റെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, എനിക്കിഷ്ടമുള്ളവന് ഞാൻ കൊടുക്കുന്നു. സ്തോത്രം. വളരെ ശ്രദ്ധാലുക്കളായി ബാബിലോണ്യ പാപം നമ്മിലേക്ക് കടക്കാതെ, അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ കടന്നു വന്നിട്ടുണ്ടോ അവയെ മാറ്റി നാം വിശ്വസ്തരായി ജീവിക്കുക, വിശുദ്ധരായിട്ട് ജീവിക്കുക. ആഡംബരപ്രിയരും സുഖലോലുപപ്രിയരുമായി തീരാതെ, നിഗളികളാകാതെ നമുക്ക് താഴ്മ ധരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. സ്തോത്രം. അവിടുത്തെ വസ്തുക്കളിൽ ഇന്നലെയും അതിനു മുമ്പൊരിക്കലും നമ്മുടെ സൗമ്യമ്മ ചോദിച്ച സംഗതിയായിരുന്നു 13-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന മാനുഷദേഹം, മാനുഷ പ്രാണൻ, ഹ്യൂമൻ soul. ബോഡിയും സോൾ അല്ലെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് 13 ലാസ്റ്റ്. Human souls. In Or my no. Bible, bodies and souls. ബോഡീസ് ആൻഡ് സോൾസ്. മാനുഷദേഹവും മാനുഷ പ്രാണനും ഉണ്ട്. അതിന് പല അർത്ഥങ്ങൾ ഉണ്ടാകാം. ക്ലോണിംഗ് നിമിത്തം ബ്രോയിലർ കോഴിയെ പോലെ മനുഷ്യരെ ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ശാസ്ത്രം ഒരുക്കുന്നുണ്ട്. മനുഷ്യ പ്രാണന് വേണ്ടിയിട്ട് സാധാരണപ്പെട്ട വ്യാഖ്യാനം വരുന്നതാണ് ബ്ലഡ് ബാങ്കുകൾ. പ്രാണൻ അല്ലെങ്കിൽ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. അതുപോലെ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു ട്രേഡാണ് ഹ്യൂമൻ ബോഡി പാർട്സ്. മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങൾ ഇന്ന് വിൽപ്പനയ്ക്കുണ്ട്. രക്തം ഉൾപ്പെടെ പല അവയവങ്ങളും ഇന്ന് വിൽപ്പനയ്ക്കുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ സെക്ഷുവൽ സിൻസ്, ലൈംഗികമായ പാപങ്ങൾ, ശരീരവിൽപ്പന എന്നാണല്ലോ നമ്മൾ അതിനെ വിളിക്കാറ്. മാംസവിൽപ്പന, ശരീരവിൽപ്പന എന്നൊക്കെ വിളിക്കാറുണ്ട് ആ പാപത്തെ. ദുർമാർഗ ജീവിതത്തെ. ഫോണോഗ്രാഫി, എത്രയോ ആരോഗ്യവും സൗന്ദര്യവുമുള്ള സ്ത്രീ പുരുഷന്മാർ അവരുടെ ശരീരത്തെ, നഗ്ന ശരീരത്തെ പണസമ്പാദനത്തിനു വേണ്ടി കൊടുക്കുന്നു.
അശ്ലീല ചിത്രങ്ങൾ, അശ്ലീല സൈറ്റുകൾ, അശ്ലീല വീഡിയോകൾ എന്തിനു വേണ്ടിയാ കൊടുക്കുന്നത്? അവരുടെ ശരീരത്തെ നൂല് വസ്ത്രമില്ലാതെ പ്രദർശന വസ്തുവാക്കി മാറ്റുന്നു. കോടിക്കണക്കിന് രൂപ പ്രതിഫലമായും ലഭിക്കുന്നുണ്ട്. അവർക്കുമുണ്ട്, അവരെ വിൽപ്പന ചരക്കുകളാക്കുന്ന ഏജൻസികൾക്കുമുണ്ട്, കമ്പനികളും ഒക്കെ അല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അതല്ല. ഇതെല്ലാം ഇന്നത്തേക്കാൾ അധികം അന്ന് വർദ്ധിക്കും. ശരീര അവയവങ്ങളുടെ വിൽപ്പനയും ശരീരത്തിന്റെ പ്രദർശനവും അതിന്റെ ആസ്വാദനങ്ങളും വേശ്യാവൃത്തിയും മാംസ വിൽപ്പനയും ഒക്കെ ധാരാളം അന്ന് വർദ്ധിക്കും. ഇതെല്ലാം ആ പാപത്തിന്റെ ആ കൊടും ഭീകരതയെ കാണിക്കുക. അത് മാത്രമല്ല, ഇവിടെ മാനുഷ്യ പ്രാണനും മാനുഷ്യ ദേഹവും ആ വസ്തുക്കളിൽ, ആ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലാണ് ഉള്ളത്. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് പൊന്ന് തുടങ്ങിയുള്ള മറ്റു വസ്തുക്കളാണ്. അപ്പം മറ്റ് വിൽപ്പന ചരക്കുകളെക്കാൾ ഏറ്റവും വില കുറഞ്ഞ, മൂല്യമില്ലാത്ത ഒന്നായിരിക്കും മനുഷ്യനെന്ന് ഈ ലിസ്റ്റിൽ നിന്ന്, ആ ക്രമീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. അത്രയ്ക്കും ഭീകരമായ പാപത്തിലേക്ക് ലോകം വഴുതി വീഴുകയാണ്. ഇന്ന് നമ്മുടെ കൺമുൻപിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിലൊന്നും അകപ്പെടാതെ വിശുദ്ധരായി നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നാം വിലയേറിയ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ആ വാഗ്ദത്തങ്ങളൊക്കെ നമുക്കുള്ളത് കൊണ്ട് പൗലോസ് പറയുന്നത് പോലെ ആത്മാവിലും ജഡത്തിലുമുള്ള കന്മഷങ്ങളെ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ നമുക്ക് തികയ്ക്കാം. വിശുദ്ധന്മാർക്കല്ലാതെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനം ആർക്കുമില്ല. പ്രസംഗകനോ പ്രവാചകനോ പാസ്റ്ററോ പണക്കാരനോ ആരുമാകട്ടെ, വിശുദ്ധരല്ല എങ്കിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ലല്ലോ. ആകയാൽ നമുക്ക് ആന്തരികമായും ബാഹ്യമായും വിശുദ്ധിയെ തികയ്ക്കാം. വേഗം സംഭവിപ്പാനിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.